നമ്മളിതാ ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടാരക്കരയിലെ മാവടിയിലാണ്. സ്ഥാനാർത്ഥിയെ കണ്ടല്ലോ, അഡ്വക്കേറ്റ് അരുൺകുമാറാണ്. രാവിലെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ കാണാൻ വന്ന് ഇങ്ങനെ മാവടിയിലെത്തി. മാവടിയിൽ ഇതാ രാവിലെ അദ്ദേഹം ഇങ്ങനെ ഓരോ പ്രദേശത്ത് ഓരോ ഗ്രാമത്തിലും എത്തി ഇങ്ങനെ ആളുകളെയൊക്കെ വോട്ടർമാരെയൊക്കെ കണ്ടുവരുന്നു. എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഒരു പൾസ്, അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത്? ഈ മണ്ഡലം ഞങ്ങളുടെ യോഗങ്ങളിലും പൊതുവായി ആളുകളെയെല്ലാം കണ്ടപ്പോൾ പൊതുവായി ആദ്യം മുതലേ കേൾക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മാവേലിക്കര മാറും അല്ലെങ്കിൽ മാവേലിക്കര മാറണം എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അതൊരു വലിയ ശബ്ദമായി ആകെ മാറിയിരിക്കുന്നു. മാവേലിക്കര മാറുവാൻ വേണ്ടി പോകുന്നു, മാറ്റത്തിന് വേണ്ടിയിട്ട് മാവേലിക്കര കൊതിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വോട്ടർമാരോട് സംസാരിച്ചോളൂ കേട്ടോ, നമ്മളതൊരു തടസ്സമാക്കുന്നില്ല. കീർത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയോജക മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ വടക്കേ അതിർത്തിയാണ് ഈ പ്രദേശം. മാവടി എന്ന സ്ഥലമാണ്. അപ്പോൾ ഉളക്കുഴ കുളക്കട ഗ്രാമപഞ്ചായത്തിലെ മാവടി വാർഡിലെ അംബേദ്കർ കോളനി. അപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞു വന്നതിലേക്ക് പോകാം. മാവേലിക്കരയുടെ മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്, ആളുകളെല്ലാം പറയുന്നത് മാവേലിക്കര മാറും എന്ന തരത്തിലാണ്. നമ്മൾ ഒന്നാം റൗണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി, ആ പറയുന്നതിനകത്ത് വസ്തുതയുണ്ട്. ജനം ഭയങ്കരമായി പ്രതികരിക്കുന്നു. ജനം ആവശ്യപ്പെടുന്നു ഒരു മാറ്റം ഉണ്ടാകണമെന്നും പറഞ്ഞിട്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്, അവർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, നിങ്ങൾ വന്ന് വോട്ട് ചോദിച്ചു, ഞങ്ങൾ വോട്ട് തരാം, പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഞങ്ങൾക്കൊരു വാഗ്ദാനം തരണം. അപ്പം ഞാൻ ഞെട്ടി. എന്താണ് നമുക്കാകെ അറിയാവുന്നത്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മാത്രം ശീലമേ ഉള്ളൂ, പറ്റാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് വാഗ്ദാനം കൊടുക്കുന്ന ശീലം നമുക്കില്ലതാനും. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പം നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമായി. നമുക്കാകെ അറിയാവുന്നത് അതുമാണ്, ജനത്തോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇത്രയും നാൾ അറിയാവുള്ളൂ. അത് വിദ്യാർത്ഥി രാഷ്ട്രീയം പോലും ഇങ്ങോട്ട് നോക്കിയാൽ കഴിഞ്ഞ ഒരു 10-22 കൊല്ലക്കാലം ഈ നാടിനോടൊപ്പം നിന്ന ഒരു ചരിത്രം മാത്രമാണ് നമുക്ക് കൈമുതലായി ഉള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥിയോട് വോട്ടർമാർ ചോദിച്ച ഏക ആവശ്യം എന്നുള്ളത് അവർക്കൊപ്പം ഉണ്ടാവണം, മണ്ഡലത്തിലുണ്ടാവണം എന്ന നിലയിൽ പറഞ്ഞത്. വേറെ യാതൊരുവിധ ഞങ്ങൾക്ക് റോഡ് വേണം, ഞങ്ങൾക്ക് പാലം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ബിൽഡിങ് വേണം, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഈ മണ്ഡലത്തിലെ ഒരു 100 പേരെ കണ്ടാൽ 98 ആളുകളും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയോട് അവർ പറയണമെങ്കിൽ എന്താണ് അവരുടെ അനുഭവം? അതേക്കുറിച്ച് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതൊന്നും ഒരു ക്രിയേറ്റീവ് ചെയ്ത സാധനങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മാവേലിക്കര മാറണമെന്ന് ഈ മണ്ഡലത്തിൻ്റെ ഏതോ ഒരു കോണിലെ ഒരു വീടിനകത്ത് തുടങ്ങി വെച്ചൊരു ചർച്ച ഇന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുതന്നെയാണ് ജനങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടോ, ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ല, ഇത് പറയുമ്പോൾ UDF-കാർ, ചില UDF പ്രവർത്തകരോ കോൺഗ്രസ് നേതാക്കളൊക്കെ എന്നോടടക്കം സംസാരിച്ചോ പറഞ്ഞതെന്നറിയോ, അതായത് കൊടിക്കുന്നിൽ നേരത്തെ തോറ്റിട്ടുണ്ട്, പക്ഷേ കൊടിക്കുന്നിലിനെ മാവേലിക്കര തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു, വീണ്ടും 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 ജയിപ്പിക്കുന്നു. അതുപോലെ തന്നെ അരുൺ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള CPI-യുടെ നേതാവായി നിൽക്കുന്നു, YF-ൻ്റെ നേതാവായി നിൽക്കുന്നു. ഒരുപാട് നേതാക്കന്മാരെ തോൽപ്പിച്ചിട്ടില്ലേ കൊടിക്കുന്നിൽ എന്നൊക്കെ തരത്തിലാണ് അവരുടെ ഒരു ആശ്വാസം, അവരുടെ പ്രതീക്ഷ പോകുന്ന ആ വഴിക്കാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാനും കേട്ടു ചില കണക്കുകൾ, പ്രായത്തിൻ്റെ കണക്കുകളൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഇങ്ങനെ നേരത്തെ മുതലേ ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത്, ഞങ്ങളുടെ RSNൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ചെറുപ്പമായിരുന്നു, ഞങ്ങളുടെ ചെങ്ങറ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം ചെറുപ്പമായിരുന്നു, ഞങ്ങളുടെ ചിറ്റയം കുമാർ മത്സരിച്ച അദ്ദേഹം ചെറുപ്പമായിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ കാൻഡിഡേറ്റുകളുടെ പ്രായം മാത്രമേ പറയുന്നുള്ളൂ, അപ്പുറത്ത് പറയുന്നില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ 83-ൽ ജനിച്ച ആളാണ്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 89-ൽ തുടങ്ങി, എൻ്റെ 6ാമത്തെ വയസ്സിൽ മത്സരിക്കാൻ തുടങ്ങിയ ആളാണ്. അതാണ് ഈ മാവേലിക്കരയുടെ മാറ്റം എന്ന് പറയുന്നതിലെ വോട്ടർമാർക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി. മണ്ഡലത്തിൻ്റെ ഒരു പൊതുവസ്ഥ, ഇതൊരു വിപുലമായ മണ്ഡലമാണ്. യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണ്? അതെ വിശാലമായ മണ്ഡലത്തിന് അപ്പുറത്തേക്ക് വ്യത്യസ്തമായ കൾച്ചറാണ് ഉള്ളത്. ഒന്ന് കുട്ടനാട് കാർഷിക മേഖലയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം ഇങ്ങനെ പര്യടനം നടത്തി. അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവം, അവിടെ സിവിൽ സ്റ്റേഷനുണ്ട്,
അപ്പോൾ അതിന് ലിഫ്റ്റ് കൊടുക്കാമെന്ന് ഒരു വാഗ്ദാനം പറഞ്ഞതായി ഇങ്ങനെ കേൾക്കുന്നു. നമുക്കറിയില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഞങ്ങൾക്ക് ലിഫ്റ്റൊന്നും വേണ്ട, നേരെ കേന്ദ്രത്തിൽ പോയിട്ട് ആ കുട്ടനാട് പാക്കേജ് നടപ്പാക്കി കൊണ്ടുവരണം. അതാണ് കുട്ടനാട്ടുകാർക്ക് ആവശ്യം. കുട്ടനാട്ടിലെ പാടത്തിലൊന്നും ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല. അവിടെ വേണ്ടത് സമഗ്രമായ വികസനമാണ്. സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സഹായം കൂടിയാണ്. അതെ 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 സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചധികം കർഷകർക്ക് ആശ്വാസകരമായ സമീപനങ്ങളുണ്ടാകും. സംസ്ഥാന സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അതിനൊരു വലിയ സഹായകരമായിട്ട് ഇത്തരം ഒരു പ്രോജക്റ്റിൻ്റെ മറ്റു മണ്ഡലങ്ങളോ ഇപ്പോൾ അതിൻ്റെ അപ്പർ കുട്ടനാട് ചേരുന്ന ചങ്ങനാശ്ശേരി കിടക്കുന്നു. ചങ്ങനാശ്ശേരിക്കാരുടെ പൊതുവായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവരെന്താ പറയുന്നത്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതൊന്നും കാര്യമായി എന്താ പറയുന്നത്, കോട്ടയം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായ വികസനമൊന്നും അവിടെ നടന്നിട്ടില്ല. അതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട്. ചെങ്ങന്നൂരിലേക്ക് വന്നാൽ ചെങ്ങന്നൂരിൽ എന്താ പറയുന്നത്, ശബരിമലയുടെ ഒരു ഇടത്താവളം എന്ന തരത്തിലാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് വന്നത്. പക്ഷേ അത്രയും മതിയോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അപ്പോൾ അതെല്ലാം ഇങ്ങനെ മുന്നിൽ ഇങ്ങോട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമഗ്രമായ വികസനം ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടാരക്കരയുണ്ട്, കുന്നത്തൂരുണ്ട്, പത്തനാപുരമുണ്ട്. അപ്പം അവിടെയൊക്കെ അവർ പലതും ആഗ്രഹിക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അവരുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. നമുക്കതൊക്കെ സിമ്പിളായി ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. പിന്നീട് അതിനകത്തൊക്കെ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ PS ആയി ഇരുന്നയാളാണ്. ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 കൊല്ലക്കാലം ആ മണ്ഡലം നോക്കിയത്, ചേർത്തല. അപ്പം ആ മണ്ഡലം നോക്കിയാൽ, ആ മണ്ഡലത്തിൽ പോയാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ഇപ്പോൾ 2024-25 വർഷത്തെ ഫണ്ടിങ്ങിൻ്റെ സംവിധാനം ഞങ്ങൾ 2024 ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങും. എന്ന് വെച്ചാൽ ജനുവരിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ പറയുന്ന അനുവദിച്ച തുക MLA ADS SDFിൻ്റെയും മുഴുവൻ തുകകളും താഴേക്ക് വിനിയോഗിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്, വലിയൊരു അനുഭവ പരിചയം, വലിയ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ നമുക്കിതൊക്കെ മണ്ഡലങ്ങളെ നോക്കാം, എങ്ങനെ അതൊക്കെ ചെലവഴിക്കാം, അതിനകത്ത് ഫണ്ടിങ്ങിൻ്റെ സംവിധാനം, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാം, എന്തെല്ലാമാണ് ഒരു വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് ആവശ്യമായത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ഇവിടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അഭ്യസവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാർ ധാരാളമായുണ്ട്. ഞങ്ങളെല്ലാം ഈ ചേർത്തലയിലും എല്ലാം ചെയ്തതുപോലെ തൊഴിൽ മേള നമുക്ക് സംഘടിപ്പിക്കാം. അതിനകത്ത് എന്താ പറയുന്നത്, ഒരു കേന്ദ്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് ഒരുപാട് അത്തരത്തിലുള്ള എന്താ പറയുന്നത് വ്യവസായ സംരംഭകരെയൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ അത്തരം സംവിധാനങ്ങൾ സംഭവിക്കാം. 100 പേരിൽ 10 പേർക്കൊരു തൊഴിൽ കിട്ടിയാൽ അത് വലിയ കാര്യമല്ലേ? ഇപ്പോൾ MLA-മാരുടെയും ഈ മണ്ഡലത്തിൻ്റെ ഒരു ഇടതുപക്ഷ സ്വാധീനം നോക്കിയാലും അത് വളരെ വലുതാണ്. ഇപ്പോൾ UDFൻ്റെ കണക്കുകളിൽ ഇപ്പോൾ പത്തനാപുരം, ചങ്ങനാശ്ശേരി ഇതൊക്കെ പരമ്പരാഗതമായ രീതിയിൽ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അതുപോലെ തന്നെ കൊടിക്കുന്നിലിൻ്റെ മണ്ഡലത്തിലുള്ള മുമ്പ് താങ്കൾ പറഞ്ഞു, താങ്കൾ ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ താങ്കളുടെ 6ാമത്തെ വയസ്സിൽ അദ്ദേഹം മാവേലിക്കരയിൽ പയറ്റ് തുടങ്ങിയ ആളാണ്. അപ്പോൾ ആ ബന്ധങ്ങളും ഈ പറഞ്ഞ പരമ്പരാഗത സ്വാധീന മേഖലകളിലെ അവരുടെ മികവും അവർക്കൊരു വിജയം ഇക്കുറിയും എത്തിക്കും എന്നൊരു കണക്കൂട്ടലാണ് UDFനെങ്കിലോ? അതിനൊരിക്കലുമില്ല. ഒരിക്കലും അതിനൊരു സാധ്യത കാണുന്നില്ല. കാര്യം ജനത്തെ സംബന്ധിച്ച് ഈ പറയുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അവരോട് ഒന്ന് ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം നിൽക്കുവാനും ചെയ്താൽ, കാര്യം നമ്മുടെ മുമ്പിൽ ഒരു സങ്കടവും പ്രയാസവുമായി വരുന്ന ഒരാളുടെ ആവശ്യം ചിലപ്പോൾ നമുക്കൊരിക്കലും സാധ്യമാകാൻ കഴിയാത്ത ഒന്നായിരിക്കും. പക്ഷെ അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയൊരു തണലും കരുത്തും ഒക്കെ വരുന്നത്. ഈ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കണ്ട 100 പേരെടുത്താൽ 100-ൽ 98 ആളുകളും പറഞ്ഞത് അവർക്കെന്തെങ്കിലും വലിയ സഹായം ചെയ്യണമെന്നല്ല, MP-യുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും വേണം അല്ലേ? അത്രയേ അവരത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പക്ഷേ അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നവുമാണത്. അതെ അതുകൊണ്ട് തന്നെ എന്നോട് ആളുകൾ എൻ്റെ സ്ഥലമൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണ് ഇത് ജയിപ്പിച്ച് വിട്ടാൽ അങ്ങനെ ഒരു പോക്കങ്ങ് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകാൻ വിചാരിച്ചാൽ നിങ്ങളുടെ പാർട്ടിയോ മുന്നണിയോ വിടില്ല എന്നുള്ളത് വേറെ കാര്യമല്ലേ? അതൊരു വസ്തുത. അതുമാത്രമല്ല, ഞാൻ പറയുന്നത് മാവേലിക്കര എന്ന് പറഞ്ഞാൽ ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു പഴയ നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് മാവേലിക്കര. അപ്പോൾ ആ ഓണാട്ടുകര പ്രദേശത്ത് ജനിച്ചു വളർന്ന്
അവിടെ കളിച്ചു വളർന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഈ നാട് വിട്ട് എവിടെ പോകാനാണ്? ഞാൻ ഈ നാടിൻ്റെ ഭാഗമായി ഉണ്ടാകും, എല്ലാ കാലത്തും ഈ നാടിനോടൊപ്പം ഉണ്ടാകും. അല്ല, ഈ അരുണിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓണാട്ടുകരയുടെ സാംസ്കാരിക നാടക പ്രവർത്തനങ്ങളുടെ കൂടി പ്രോഡക്റ്റാണ്, ഉൽപ്പന്നമാണ് എന്നുണ്ട് കെ പി എസ് സിയുമായുള്ള ബന്ധം. ഇതിനിടയിൽ ബാലതാരത്തിൽ നിന്നൊരു അഭിനേതാവിലേക്ക് പോകാൻ പിന്നെ ശ്രമിച്ചില്ലല്ലേ? രാഷ്ട്രീയമാണോ തലയ്ക്ക് പിടിച്ചത്? കെ പി എസ് സിയുടെ നാടകങ്ങൾ, 2 സിനിമകൾ. കെ പി എസ് സിയിൽ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് ചെറിയ പ്രായത്തിലെ 10-ാം വയസ്സ് മുതൽ കണ്ടതെല്ലാം എന്താ പറയുന്നത്, ഈ പറയുന്ന വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെയായിരുന്നു, തലമുതിർന്ന ആളുകളെയായിരുന്നു കണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ കയറി. അപ്പോൾ അവരെല്ലാം പ്രവർത്തിച്ച ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പിന്നീട് ഒരവസരം ഉണ്ടായി. പിന്നീട് തിരിഞ്ഞ് നമ്മൾ ചിന്തിച്ചില്ല, നാടകമൊന്നും പിന്നെ തലയ്ക്ക് പിടിച്ചില്ല. പിന്നെ അങ്ങനെ വന്നില്ല. നമുക്ക് ഇതൊരു വലിയ ആവേശമായിരുന്നു, സ്പിരിറ്റായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു 2000 മുതൽ 2024 വരെ ദീർഘമായി 24 കൊല്ലം നമ്മുടെ ചെറുപ്പം നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്. അപ്പോൾ അതിനകത്തൊക്കെ വന്ന എന്താ പറയുന്നത് അതിനൊക്കെ കിട്ടിയൊരു വലിയ അംഗീകാരമായിരിക്കും, അത്ര ഒരു റിസൾട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ. അതെ, ഞാൻ ആലോചിച്ചതാണ്. ഇപ്പോൾ അരുണ് നാടകത്തിൽ ബാലതാരമായി വന്നു, കെ പി എസ് സി നാടകങ്ങൾ വന്നു, പിന്നെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. പക്ഷേ അവിടെ നിന്ന് ആ നിലയിലേക്ക് ഒരു കലാപ്രവർത്തനത്തിലേക്ക് പോകാതെ പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി ഇതാ ഇപ്പോൾ മാവേലിക്കരയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു അവസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചത്. എങ്ങനെയുണ്ട് മുന്നണി പ്രവർത്തകരുടെ ആവേശം, പ്രവർത്തനം, അതിൻ്റെ ഒരു വൈബ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? കണ്ടില്ലേ, എന്നേക്കാൾ മുമ്പേ ഇവരെല്ലാം റെഡിയായി. ചേട്ടൻ ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാം റെഡിയായി. ഞാൻ വരാത്തതിൻ്റെ ഒരു ഞാനും വന്നപ്പോൾ ഞാനാണ് കുറച്ചുകൂടെ നേരത്തെ എത്തിയത് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ സ്ഥാനാർത്ഥിയെ കാത്ത് ഒരു നാട് വളരെ സജീവമായി രാവിലെ തന്നെ നിൽക്കുന്നത് കൂടിയാണ് കണ്ടത്. അപ്പോൾ വോട്ടർമാരോട് വോട്ട് ചോദിച്ചൊക്കെ പോകുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക് എങ്ങനെയുണ്ട്? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആവേശകരമാണ് അരുണ് ഒരു ചെറുപ്പത്തിൻ്റെ എല്ലാ കരുത്തും തിളക്കത്തോടെയും ആവേശത്തോടെയുമാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായി ഒരു MP ഈ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഈ നാടിൻ്റെ വികസനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു MP ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അത് അരുണിലൂടെ ഞങ്ങൾ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ? ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞങ്ങളുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. ഞാനും ഒരു SC പ്രൊമോട്ടറാണ്. അപ്പോൾ അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അഡ്വക്കേറ്റ് അരുൺകുമാറിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ പറഞ്ഞു മാത്രം പോരാ, പാടിയും നമ്മൾ വോട്ട് ചോദിക്കുന്നില്ലേ? വോട്ട് ചോദിക്കുന്നുണ്ടോ? കയ്യിൽ ഫോണൊക്കെ എടുത്ത് പാട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് ഇപ്പം ഈ മാമനെ ഇവരെല്ലാവരും കൂടി പറഞ്ഞു അല്ലേ? അപ്പോൾ ഏതാണ്, ഒരു ഗായിക കൂടിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ട് എന്താണ് വോട്ട് പിടിക്കാൻ ഇങ്ങനെ നടക്കുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാടുക? തീർച്ചയായിട്ടും 100 പൂക്കളെ എന്നുള്ള പാട്ടാണ്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ വരി. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാക്കളെ. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാക്കളെ. നൂതനേതിഹാസ മധുര സമരംഗ ഭൂമിയിൽ നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ, നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാക്കളെ. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാക്കളെ. അപ്പോൾ ഏതായാലും ഉഷാറായി, വളരെ ഗംഭീരമായി. അപ്പോൾ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കണ്ടേ അല്ലേ? ചിപ്പിക്കൊരു നല്ല കയ്യടി. റൈറ്റ്. അപ്പോൾ സ്ഥാനാർത്ഥിയിലെയും പഴയ എന്താണ് പറയുന്നത്, കലാകാരൻ അങ്ങനെ ഉണർന്നു. ആ വരികളൊക്കെ ഇങ്ങനെ പാടാനുള്ളൊരു വെമ്പൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയിലുള്ളൊരു ജനക്കൂട്ടം ഇങ്ങനെ ഒപ്പം സഞ്ചരിച്ച് വോട്ട് ചോദിച്ച്, നല്ല ചൂട് കാലമാണ്. ആ ചൂടുകാലത്തിലും ഈ ഒപ്പം നിൽക്കുന്ന മനുഷ്യരുടെ ഒരു അതിനകത്ത് മാറ്റം എന്ന് പറയുന്നത് ഇവരിപ്പോൾ സംസാരിച്ചത് കേട്ടില്ലേ? ഈ ചൂടുകാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ പോലും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടാണ്. ആ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നമ്മുടെ ഇവരെല്ലാവരും. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സൂര്യതാപമൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. നമുക്കതിൽ നിന്നും എന്താ പറയുന്നത്, അതൊന്നും നമ്മുടെ ചിന്തയിലില്ല. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊരു അത്തരം ഒരു പ്രതീക്ഷകളും നമുക്കില്ല. ആ അർത്ഥത്തിലേക്ക് ഏറ്റവും
ഗംഭീരമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 3-ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. 4-ാം ഘട്ടം വീണ്ടും ഒരു 5 ദിവസക്കാലമുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ സ്വീകരണത്തിലേക്കാണ് പോകുന്നത്. ശരി. അപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി വോട്ടർമാർക്കിടയിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും ഉചിതം. വീണ്ടും വോട്ടർമാർക്ക് മുമ്പിലേക്ക് സ്ഥാനാർത്ഥി പോകുന്ന ഒരു കാഴ്ചയോടെ നമുക്ക് പതുക്കെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. കീർത്തി, ഇതൊക്കെയാണ് ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ കാണാനും പറയാനുമുള്ളത്. സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെയാണ്